ഞങ്ങളെല്ലാവരും കൂടി പടം കണ്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് കരുതുന്നു. എന്താണ് അല്ല, ഞാൻ ഇഷ്ടപ്പെട്ടു. മുത്തപ്പന്റെ കളി നല്ലതാണ്. മുത്തപ്പനും കൂട്ടുകാരും പറഞ്ഞാൽ പോകുന്നത് ഇഷ്ടപ്പെടുവാണ്. പക്ഷെ നമുക്ക് ഫീഡ്ബാക്ക് വന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് തിയേറ്ററിൽ നിന്ന് വിളിച്ചു, നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ചു. സുഹൃത്തുക്കൾ അല്ലാത്ത ആൾക്കാരും ഗംഭീര സിനിമയാണെന്ന് പറയുന്നു. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും എനിക്ക് തോന്നുന്നത് എന്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, സിനിമാറ്റോഗ്രാഫറായ സമർപ്പിക്കുന്നത്. ഞങ്ങളൊക്കെ മാത്രമല്ല, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ആർട്ടിസ്റ്റായിട്ട്. ഇത് കറക്റ്റായിട്ടുള്ള കാസ്റ്റിംഗ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. എല്ലാവർക്കും പറ്റിയ കഥാപാത്രങ്ങൾ കൃത്യമായ അളവില്. ഇത് ഗംഭീര സിനിമയാണ്. ഞാൻ നടത്തോളാം. ഇന്ന് തീരുമാനം. എല്ലാവർക്കും നമസ്കാരം. റിലീസായിരിക്കുകയാണ്. നിങ്ങൾ കുറച്ചുപേരൊക്കെ പഠനം കിട്ടുമെന്ന് കരുതുന്നു. ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അഭിപ്രായങ്ങളാണ് കിട്ടുന്നത്. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ തോന്നുന്നു അല്ലേ? അതെ അതെ. ചേട്ടാ, ഇതിന്റെ എനിക്ക് സിനിമ കണ്ടപ്പോൾ പ്രത്യേകത ഇതിന്റെ മേക്കിംഗ് വളരെ മൂന്ന് ലൊക്കേഷന് അടിപൊളിയായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മേക്കിംഗ് പറച്ചില്ല സ്റ്റൈല് ഓവർ സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാതെ പടയെന്ന് പറഞ്ഞിട്ട് ഒരു ലാഗ് പോലും ഇല്ലാതെ അടിപൊളി തരുന്നത്. ഈ സിനിമ ഇങ്ങനെ കഥാപാത്രം കേട്ടോ ഫസ്റ്റ് മൈൻഡ് എന്തായിരുന്നു? ഇങ്ങനെ തന്നെ അഭിപ്രായം വരുമെന്നുണ്ടായിരുന്നു നമ്മുടെ എല്ലാ ഘട്ടത്തിലും പ്രതീക്ഷ. ഇതിന്റെ ഐഡിയ പറയുമ്പം അല്ലെങ്കിൽ ഇതിന്റെ റൈറ്റിംഗ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്തോ ഒക്കെ ഈ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ ഒരു തരത്തിലും താഴത്തോട്ട് ഒരു ഘട്ടത്തിലും പോയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് റിലീസായി പടം ഇങ്ങനെ ഒരു അഭിപ്രായം കിട്ടുമ്പോഴും അതുപോലെ തന്നെയാണ് തോന്നുന്നത്. ഭയങ്കര ഉറച്ച വിശ്വാസമായിരുന്നു ഈ വിഷയത്തിലും ഈ സിനിമയിൽ. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഈ ഒരു പുതുമ, ഈ സബ്ജക്ട് മാത്രമല്ല മേക്കിങ്ങിന്റെ പുതുമയും ഞങ്ങൾ സ്പോട്ടിൽ തന്നെ അനുഭവിച്ച ആൾക്കാരാണ്. കാരണം ആഷിഖ് തന്നെയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്, ആഷിഖ് തന്നെ ഡയറക്ടർ. ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ ആഷിഖിന്റെ ഒരു ദിവസം പോലും ഒരു 5 മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ ആലോചിക്കുന്നു ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ. പക്ഷെ ആ കഷ്ടപ്പാടിന്റെ എന്തുകൊണ്ടാണ് ആഷിഖ് അന്ന് അത്രയും ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് സിനിമ കാണുമ്പോഴേക്കാണ് നമുക്ക് മനസ്സിലായത്. കാരണം എളുപ്പമല്ല ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിന് ഇത്രയും മനോഹരമായിട്ട് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കേസല്ല. പ്രത്യേകിച്ച് ഡയറക്ടറും ക്യാമറാമാനും പ്രൊഡ്യൂസറും ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് എല്ലാ സിനിമയും പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണെങ്കിൽ പോലും ഇതിന്റെ പ്രത്യേകത ചിലപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കാണാതിരിക്കും, ഇന്നലൊക്കെ ചില ഇതിൽ പറഞ്ഞു കാണാതിരിക്കും. നമുക്കൊരു കാരമൽ ലൈഫൊന്നും ഈ സിനിമയിലില്ലായിരുന്നു. കാരണം ഒരു എസ്റ്റേറ്റിന്റെ മണ്ടയ്ക്ക് മുകളിലുള്ള ഒരു ബംഗ്ലാവിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് ഓരോരോ റൂം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റ റൂമിലായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ കഴിഞ്ഞതൊക്കെ. ഈ സിനിമയ്ക്ക് അത്രത്തോളം ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ള എന്താ പറയാ ഒരു കെമിസ്ട്രി എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, അത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഈ മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. ഇതൊരു ഹോളിവുഡ് മേക്കിംഗ് ആണോ അല്ലെങ്കിൽ ബോളിവുഡ് മേക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഏത് വുഡ് ആണെങ്കിലും ശരി, പക്ഷെ ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവൂ. നമുക്ക് ഇതിന്റെ കഥയെ പറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഒരു ഇതായി പോകും. സോ നമുക്ക് പറയാനുള്ളത് പ്രേക്ഷകർ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ക ആഷിഖ് കപൂർ ഫിലിം എന്ന് തന്നെ പറയാനുള്ളത്. അപ്പോ ഈ റിലീസിന് മുമ്പായിട്ട് പ്രമോഷൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്കും മറ്റു സിനിമകളൊക്കെ ഭയങ്കര അധികം പ്രൊമോട്ട് ചെയ്തപ്പോ ഈ റൈറ്റ് ട്രിപ്പ് കുറച്ചുകൂടെ സൈലന്റ് ആയിട്ട് നിന്ന് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര ഹെവി പോസിറ്റീവ് റിപ്പോർട്ട്സ് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്.
ഈ ലോ പ്രൊഫൈൽ അത് ക്രിസ്മസ് തൂക്കാമെന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പ്ലാന്റ് അല്ല, അത് കണ്ടന്റിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ടാണ് ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വെക്കാന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പടത്തിന് മുമ്പേ പ്രസ് മീറ്റ് വെച്ചത്. എന്നിട്ട് എല്ലാവരും സിനിമ കണ്ടു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കുറച്ചുകൂടെ ക്ലാരിറ്റി സംസാരിക്കാമല്ലോ. നമ്മൾ മുമ്പേ ഒന്നും തള്ളത്തെ കാര്യമില്ലോ, കണ്ടറിയാമല്ലോ. എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഒരു കാസ്റ്റിംഗ് ആണ് കേട്ടോ. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അല്ല, നമ്മളൊക്കെ ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാര്, പ്രത്യേകിച്ച് നമ്മുടെ ഹനുമാൻ ഖാൻ, നമ്മുടെ സൂരജ്, അതൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഒരു എൻട്രി, ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രിന്റെ കൺസെന്റായിട്ട് കുറെ ആൾക്കാരുണ്ട്. ശക്തി Suraj, what's the experience after watching? എനിക്ക് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ചുറ്റുപാട് ഇത്രയും ടാലന്റഡും ഇത്രയും വാമായ ആക്ടേഴ്സും അങ്ങനത്തെ ഒരു കാസ്റ്റ് ഉണ്ടാവുമ്പോൾ ഇറ്റ് വാസ് മച്ച് മോർ ഈസിയർ എക്സ്പീരിയൻസ്. പിന്നെ ആഷിക്കേട്ടനും നമ്മളെ വളരെ ഒരു പ്രസൻസ് ഉണ്ട്. ഒരു ക്യാമറയുടെ ബാക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നല്ലൊരു രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആകുമ്പോൾ ആ ഒരു നെർവസ്നെസ് ഉണ്ടാവുമല്ലോ. പക്ഷെ അത് റിമൂവ് ചെയ്യാൻ പറ്റിയ ഡയറക്ടറായിരുന്നു. ആൻഡ് ദാറ്റ് ടു താങ്ക് ആഷിക്കേട്ടൻ ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദിസ്. പറഞ്ഞമാതിരി ഇവരുടെ മുന്നിലൊക്കെ ഞങ്ങൾക്ക് ഐ ഹാവ് നോ ഐഡിയ, റൈറ്റ്? പക്ഷെ ആദ്യമായിട്ടൊന്നും ചെയ്യുമ്പോൾ ഇറ്റ്സ് an honor. So it was a beautiful. കുറച്ച് ഗുണിയെ കുറിച്ച് പറഞ്ഞതാണ്. അതൊക്കെ ഒരു പേര് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. സൂരജ് ഫസ്റ്റ് ഡേ തന്നെ അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സീൻസ് ആയിരുന്നു. ചെറുതായിട്ടൊന്ന് പേടിച്ച്. അതെ, സൂരജിന്റെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് തന്നെ നമ്മൾ നേരത്തെ പോയിട്ടുണ്ട്. ഇവ 30 പുഷപ്പ് എടുക്കും ഷോർട്ടിന് മുമ്പ്. എന്നിട്ട് പോയിട്ടാ പുള്ളി സ്റ്റാർട്ടിങ് സീൻസ് ഒക്കെ അഭിനയിക്കുന്നത്. സോ ഇറ്റ് വാസ് പാഷനേറ്റ് ടു വാച്ച് ഹിം ഓൾസോ. വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അല്ല, ഞാന് ഇതിന് മുന്നേ ഞാൻ സ്റ്റേജിലാണ് യൂഷ്വലി പെർഫോമൻസ് ചെയ്യുന്നത്. അപ്പൊ ആ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ സാധാരണ ഒരു 100 പുഷപ്പ് അടിച്ചിട്ടാണ് പോയില്ല. അപ്പൊ ഞാൻ ആ സെയിം ടെക്നീക്ക് ഇവിടെ യൂസ് ചെയ്യാനായിരുന്നു മനസ്സിലുണ്ടായത്. പിന്നെ അതും നമ്മൾ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെടികൊള്ളുന്ന സീനായിരുന്നു. ഞാൻ അങ്ങനെ കുറച്ച് പമ്പാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചു വരച്ചു പോലെ സുരേഷ് ഹനുമാൻ കൈൻഡൊക്കെ ആണല്ലോ ഇവൻ. അപ്പൊ പോയി ഇങ്ങനെ എണ്ണി അത് ഫോമാക്കിട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. ഇതിന് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ. It was really fun. It was a beautiful time. And yeah. ഇപ്പൊ കൃഷിതരണം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷം സിനിമ കാണുമ്പോൾ ഒരു ഗോഡ് ഫാദർ കാണുന്ന പോലെ രീതിയിൽ ക്ലബിനെ മുഴുവൻ നീക്കുന്ന ഒരു വലിയൊരു താരമുണ്ട്. പോയാൽ പൊട്ടുമില്ലെന്ന് പറയുന്നത് തോട്ടിന് കഴിയാൻ ആക്ടറുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ കഥാപാത്രം എത്രത്തോളം ഡീപ്പാന്ന് തോന്നുന്നു. ഇതിനകത്ത് എന്റെ കഥാപാത്രത്തിന്റെ എന്താ വലിയ മിടുക്കൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, ആഷിക്കപ്പോന്റെ സിനിമയാണ്. ഞാൻ കുറെ നാളായിട്ട് അഭിനയിക്കുന്നതാണ്. ഈ ക്യാരക്ടറിന്റെ എന്നെ പോസ്റ്റ് ചെയ്ത് എനിക്ക് നടക്കാൻ പോലും സമയമില്ലല്ലോ. ഇരിപ്പല്ലേ, ഒരു കസേര കൊണ്ട് നടന്ന് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ അദ്ദേഹമാണ് ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഷിക്കപ്പോവാണ്. സത്യത്തിൽ അത് കുട്ടേട്ടന്റെ അടവായിരുന്നു. കാരണം കസേരയിൽ മാത്രം ഇരിക്കുമ്പോ ബാക്കി ചെല്ലണ്ട, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് വെടിവെക്കേണ്ടി വരും, കൊള്ളേണ്ടി വരും, വീഴേണ്ടി വരും. ഇത് കസേരയാകുമ്പോ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആരെങ്കിലും കൊണ്ടുപോയി. അല്ല, അങ്ങനെ സന്തോഷം കേട്ടോ. 32 ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ചിലപ്പോ എനിക്ക് ഒരു ഷോട്ടൊക്കെ ഒരു ദിവസം. അപ്പൊ ഞങ്ങൾക്ക് പക്ഷെ ഇത് വിഷമമില്ല. എന്താ വെച്ചാൽ എല്ലാരും കൂടി മുറിക്കാത്തിരിക്കും. ഇതങ്ങോട്ട് തള്ളുക, കളിയാക്കുക, കൊല്ലുക. വെളുപ്പിന് 2:30 മണിക്ക് ഷോട്ട് വരും. രാവിലെ മേക്കപ്പ് ഇരിക്കും. അപ്പൊ 2:30 മണിക്കാണ്. അപ്പൊ ചിലപ്പോ എനിക്ക് നേരത്തെ ഷോട്ട് വരും.
ഈ സുരഭിയെ കൊടുത്ത് ആശിക്കോട് കുട്ടിയുടെ വെയിറ്റിങ് പുള്ളി ഉറങ്ങുക, കുറച്ച് കഴിഞ്ഞ് എത്താൻ പുള്ളി ഉറങ്ങിക്കോട്ടെന്ന്. അപ്പൊ പിന്നെ ആശിക്കും വിചാരിക്കുക ഉറങ്ങിക്കോട്ടെന്ന്. അപ്പൊ ലാസ്റ്റ് ഓർഡറിലേക്ക് കൊടുക്കും 2:30 മണിക്ക്. അപ്പൊ ഇവരൊക്കെ സുഖമായിട്ട് ലാസ്റ്റ് ഓർഡറിലേക്ക് പോകും. അങ്ങനെ 2:30 കൊണ്ടുവന്ന പേര് കിട്ടി എനിക്ക്. 10 ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ 2:30 ആവുമ്പോഴേ റെഡി ആവുള്ളൂ. വീട്ടില് ഒന്നും നല്ല നോണ പറയുന്നു. അതിരാവിലെ ഞാൻ റെഡിയാകും. പക്ഷെ ഇവരൊക്കെ പിള്ളേരല്ല. അപ്പൊ ഞാൻ പോലും എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കും. ഞാൻ അവളെ കാണുന്നത് 40-42 വർഷമല്ലേ സിനിമയില്. പക്ഷെ അഹങ്കാരമൊന്നും കുട്ടേട്ടൻ കാണിച്ചു. അഹങ്കാരമില്ല, അഹങ്കാരം എന്റെ അവസ്ഥയാ. അഹങ്കാരമുള്ളതിന് പിടിച്ചു നിൽക്കേണ്ട ഇങ്ങനെ കൂടെ ഇവര് എന്ത് നോക്കാതെ ഇവരൊക്കെ ഞാൻ മലയാളത്തിൽ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ സമയം ബന്ധം കേട്ടോ, എന്താണ് കുഴപ്പമില്ല, ഞാൻ പിടിച്ചു നിൽക്കും. ഇവിടെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറെ കൂടെ നിൽക്കും. ഇത് പാസ്സായ ഇനി എനിക്ക് എന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല. ഇത് പാസ്സായി ഞാൻ സുരഭി. തോക്ക് വെച്ചിട്ട് ഒരാണായിട്ട് ജന്മകൂടാന്ന് സീനുണ്ട്. ഇത് മലയാള സിനിമയിൽ കുറെ സ്ത്രീകൾ ഒരുമിച്ച് ആക്ഷനിലേക്ക് ഇറങ്ങുന്ന ഒരു മലയാള ചിത്രം കൂടി ആയിരിക്കും. ശരിക്കും എന്റെ ഒരു തിരിച്ചുവരവായിട്ട് ഈ പടമാണ് ഞാൻ കാണുന്നത്. അപ്പൊ അത്രയും ഒരു കുറച്ച് ചെറിയ ചെറിയ ഡയലോഗ് ഉണ്ടെങ്കിലും അതൊരു മാസ് എന്താ പറയാ പഞ്ച് ഡയലോഗായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ഇഷ്ടമായി എനിക്ക് ആ ഡയലോഗ്. പിന്നെ അക്ഷയ് കപൂർ സംവിധാനം ചെയ്യുന്ന പടമാണല്ലോ. നമ്മള് പിന്നെ എന്താ പറയാ എല്ലാവരും പറഞ്ഞുകൊണ്ട് നമ്മൾ അഭിനയിച്ചു എന്നുണ്ട്. യെസ് യെസ്. ഇന്ന് മോർണിംഗ് ഷോ കണ്ടപ്പോഴത്തേക്കും വന്ന കുറെ കോളുകളിൽ അധികം ആൾക്കാരെ പറഞ്ഞ സംഭവമാണ് ഇതിന്റെ ഡയലോഗ്സ് എന്ന് പറയുന്നത്. ശ്യാം പുഷ്കരൻ എന്താ പറയുക, കാച്ചി കുറുക്കിയെടുത്ത ഡയലോഗ്സ് എന്നൊക്കെ പറയുന്നത്. അതിൽ ഒരുപാട് വലിച്ചു പോയ ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഉള്ള ഡയലോഗ്സിനുള്ള കണ്ടന്റ് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമായിരുന്നു. നെക്സ്റ്റ് ദർശനം ഞങ്ങളുടെ സിനിമയുടെ കുഞ്ഞോളും. Lisa Mary's career. Lisa Mary's career. ഒന്നുമില്ല, എനിക്ക് ഇത്രയും ആക്ടേഴ്സിന്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ഫസ്റ്റ് ടൈം ആണ്. നാടകത്തിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. സോ എല്ലാരും ഇതേ പറഞ്ഞ പോലെ എല്ലാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുറെ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് ഷോട്ട് എടുക്കും, ബാക്കി നേരം നമുക്ക് പല പല പരിപാടികളായിട്ട് ക്യാബിൻസിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. അപ്പൊ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം. അപ്പൊ ഇതിപ്പോ തിയേറ്ററിൽ കാണുമ്പോഴും എവ്രി വൺ ഹാസ് ദെയർ സ്പേസ് ആൻഡ് എല്ലാവരുടെയും ഇപ്പൊ ലൈക്ക് യു സെഡ് ഇപ്പൊ വിമൻ ഓൾ ഓഫ് us കമ്മിങ് ടുഗദർ ആക്ഷൻ ചെയ്യുന്നു എന്നുള്ളതില് എല്ലാവർക്കും ഭയങ്കര സ്പെസിഫിക് ആയ ഒരു സ്പേസ് ഉള്ള പോലെ എനിക്ക് കണ്ടപ്പോഴും തോന്നി. സോ ഐ ഹോപ്പ് എവറിബഡി ഫീൽസ് ദ സെയിം. താങ്ക് യു. നമസ്കാരം. റൈഫിൾ ക്ലബിന്റെ ഏറ്റവും എനിക്ക് രസകരമായിട്ട് തോന്നിയ കാര്യം അത് പറഞ്ഞു നല്ലത് സൂരജാണ്. കാരണം സൂരജിനെ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഷൂട്ടിന്റെ ഡേറ്റ് ആയിട്ടും സൂരജ് അവിടെ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോ ശ്യാമിന്റെ അടുത്ത് പറഞ്ഞാണ്, സൂരജ് പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചതാ, എനിക്ക് ക്യാരക്ടറിന്റെ ഡീറ്റെയിൽ വേണം, എനിക്ക് കഥ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞങ്ങൾ എല്ലാവരും അതിനെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ റൈഫിൾ ക്ലബിന്റെ ഒരു പ്രത്യേകതയാണ് ആ സിനിമയുടെ കഥ. പക്ഷെ ഒരു പേജിലും എഴുതി തരാവുന്ന കഥയുള്ളൂ. പക്ഷെ ക്യാരക്ടേഴ്സിനെ അത്രമാത്രം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ വെൽ ഡിഫൈൻഡ് ആണ്. അത് റൈറ്റിംഗ് പാർട്ടായാലും അതിന്റെ മേക്കിംഗ് പാർട്ടായാലും അത്ര പെർഫെക്റ്റ് ആണ്. അപ്പൊ സൂരജിന്റെ അടുത്ത് ശ്യാം അവസാനം ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് കയറി വാങ്ങിച്ചനെ, ഇവിടെ വന്നിട്ട് പിടിക്കാൻ നമുക്ക്. ആ പിടുത്തമാണ് സിനിമയിൽ കണ്ടത്. അപ്പൊ ഇങ്ങനെ ഓരോ ക്യാരക്ടറും ഈ സിനിമയിൽ കൃത്യമായിട്ടുള്ളൊരു ആർക്കുണ്ട്, അവർക്കൊരു ഹൈ പോയിന്റ് ഉണ്ട്. അവരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്ലബ് മെമ്പേഴ്സ് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ കൂക്കിയിട്ടാണ് തുടങ്ങുന്നത് തന്നെ ഓരോ ക്യാരക്ടേഴ്സിന്. അത് കഴിഞ്ഞിട്ട് ഓരോ മെമ്പറിനെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാവുന്ന രീതിയിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ ഞാൻ സെറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ആഷിഖിന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം, എന്റെ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ തന്നെ, അതും ആഷിഖ് ഇതുവരെ ക്യാമറ ചെയ്ത ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. ഇതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ലൗലി, അതിന് റിലീസാകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോ
അതെനിക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എങ്ങനെയായിരിക്കും ആഷിക്ക് ചെയ്യുന്നത്? ചിലപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് ക്യാമറ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു സിംഗിൾ ഷോട്ട് പോലും വേറെ ക്യാമറമാന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് DOP ഉണ്ട്, പക്ഷെ സ്റ്റിൽ ആഷിക്ക് എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത്ര രസകരമായിട്ടുള്ള ഒരു സെറ്റും ഒരു വൈബും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പൊ ആ എനർജി ഇന്ന് സത്യത്തിൽ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ടോട്ടൽ ബ്ലാങ്ക് ആയിരുന്നു. ഇത് വർക്ക് ആവുന്നുണ്ടോ ഇത് അറിയുന്നില്ല, കാരണം നമുക്ക് ആ ഒരു ജഡ്ജ്മെന്റ് പോയിരുന്നു. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ വിളിക്കുമ്പോഴും തിയേറ്ററിൽ കിട്ടുന്ന റെസ്പോൺസും അത് ഭയങ്കര ഹൈ ആയിരുന്നു. കാരണം നമ്മളൊരു കാർട്ടൂൺ ഈ സിനിമ, ശരിക്കും ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഓരോ പോയിന്റും ഹൈ ആക്കുന്നുണ്ട്. ആ ഹൈ ആക്കുന്നത് പ്രേക്ഷകന് കിട്ടിയാൽ മാത്രം വർക്കാവുന്ന ഒരു സിനിമയാണ്. അത് വർക്കാവുന്നതെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഒരുപാട് സന്തോഷം ഇങ്ങനെ റൈഫിൾ ക്ലബില് ആഷിക്കിന്റെ ഈ പടത്തില് എനിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആഷിക്കിന്റെ പടങ്ങളൊക്കെ മിക്കവാറും പല പല ജോണറിലുള്ള പടങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിലൊന്നും കയറി ഇരിക്കുന്ന ഒരു പ്രകൃതമല്ലെന്നാണ് എനിക്ക് തോന്നിയിരുന്നത് അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫിയിൽ കണ്ടിട്ട്. സോ അദ്ദേഹത്തിന്റെ പുതിയൊരു പടം, ആ പുതിയൊരു എക്സ്പെരിമെന്റിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ എനിക്ക് ഈ സിനിമയിൽ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്നേക്കാളൊക്കെ ഉപരി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നേക്കാൾ സീനിയേഴ്സ് ആയിരിക്കണം, പക്ഷേ അഭിനേതാക്കളായാലും ടെക്നീഷ്യൻസ് ഉണ്ട്, അഭിനേതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ചേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ നന്നായിട്ടുണ്ടാന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരുപാട് 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 സന്തോഷം തോന്നി. എനിവേ ഈ ക്രൂവിന്റെ കൂടെ എസ്പെഷ്യലി മൈ സൂസൻ ഒരുപാട് സന്തോഷം. പലരും ഇപ്പൊ പലരും വിളിക്കുമ്പോഴൊക്കെ ഇതിന്റെ ട്യൂമർ നന്നായിട്ട് വർക്കായിട്ടുണ്ട്, ചിരിച്ചു. കേട്ടില്ല ചോദിച്ചു. ഷൂട്ട് ചെയ്തു ഒക്കെ പകുതിയുള്ള അതിന്റെ ഞങ്ങളുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് സത്യത്തിൽ അന്ന് ഞങ്ങളുടെ മെയിൻ ഗുരുനാഥയായിട്ടുള്ള ദർശന അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വിഷ്ണു അഗസ്ത്യ അത് ഏറ്റെടുത്തു, അതിനു വേണ്ടിയിട്ടുള്ള നേതൃത്വം ഒക്കെ നൽകിയെങ്കിലും അല്ലേ, അവർ പടം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തായിരുന്നു അത്? അത് ഇല്ലത്തും ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തട്ട് എത്തിയതുമില്ല എന്നുള്ളൊരവസ്ഥ. അപ്പൊ അതിന് സജീവൻ വളരെയധികം വിഷമമുണ്ട്. അതെ, അപ്പൊ സാരല്ല സജീവൻ ചേട്ടാ, നമുക്കത് ഡിലീറ്റഡ് സീൻസ് പറഞ്ഞിട്ട് ഒരു പീസ് എടുത്ത് അതെ നമുക്ക് ഇനിയും പോരാല്ലേ, മതിയായിട്ടല്ലേ. അത് അടുത്ത പാർട്ടിൽ കുറച്ചും കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെക്കൻഡ് പാർട്ടില് ഓണത്തിനല്ലേ. വേട്ടമൃഗം വ്യാപാരി പ്രൊഡക്ഷൻസിന്റെ വേട്ടമൃഗത്തിൽ നമുക്കത് കാണാവുന്നതാണ്. എന്റെ മോനെ അത് കറക്റ്റ് ശരിക്കുമുള്ള തോക്കാ. അത് ഒറിജിനൽ തോക്ക്, ഒറിജിനൽ ആയിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള്. അത് പൊട്ടിച്ച് ഇങ്ങനെ തല്ലിക്ക പോലീസ് കിട്ടിയോ? സോറി, ഒരു മയത്തിലൊക്കെ തള്ളാവും എന്നോട് കൂട്ടുകാരും പറഞ്ഞിരുന്നു. അതെ അതെ, ഒരു 5 കിലോ 6 കിലോ ഉണ്ട് ഓരോ തോക്കും. അതിൽ ചെറിയ തോക്ക് ഉപയോഗിച്ചത് ദർശനയാണെന്ന് മാത്രം അല്ലേ. ഇങ്ങനെ സ്ത്രീ ക്യാരക്ടേഴ്സ് പോലും മലയാള സിനിമ അങ്ങനെ തോക്കെടുത്തിട്ട് ചെന്നമെല്ലാം പിടിക്കുന്നതാണ് എന്ത് രസമാണെന്നറിയാം. ഞാൻ കണ്ണും പിന്നും വെച്ചിട്ടില്ല. ഞാൻ 3 പേരെ വെച്ച് 3 പേരെ ഞാൻ കൊന്നു. ഉറപ്പാ, ഞാൻ എന്റെ ഉണ്ടകൾ ഒന്നും പാഴായിട്ടില്ല. അത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ശ്രീ ചന്ദ്രബാബു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയതുപോലെയുള്ള ഒരു വൈബായിരുന്നു. ഇവരെല്ലാവരും നമ്മൾ എത്ര സീനിയേഴ്സ് ആണ്, കൊണ്ടുവന്ന ചേച്ചി ആണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന അവസാന ദിവസം നിങ്ങൾ ഏത് പാദയാത്രയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, പോലീസ് കേസ് ആയിക്കോട്ടെ, ഏത് പാദയാത്രയിലും എന്നെ വിളിക്കണം. ദർശന കാലം അത് കേട്ട് വിശ്വസിച്ചു
വിളിക്കും ചേട്ടാ പത്തിയെടുക്കും പോണത്. അത്രയും ഞങ്ങൾ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസങ്ങളിലും. പിന്നെ വാണി ചേച്ചി ആയിക്കോട്ടെ, ഉണ്ണിമംഗായിരുന്നു ഞങ്ങളുടെ കൈവർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇതറിയില്ല. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പോയി ഇന്ന് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ്. പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിൽ നമ്മുടെ സ്റ്റാർ വിനീതേട്ടൻ, അദ്ദേഹത്തിന്റെ ഭക്ഷണം നിങ്ങൾ എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. പച്ചക്കറികൾ മാത്രം പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യോഗനം ചാകരണം ഇപ്പോൾ സൂക്ഷിക്കുന്നത്. പിന്നെ കരിമണ്ണയും എനിക്ക് അധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ തെലുങ്ക് ഡയറക്ടർ ഒന്ന് എനിക്ക് നിൽക്കുമോ, കന്നഡ ഡയറക്ടർ നടേഷ് ഹെഗ്ഡെ, അദ്ദേഹം ഒരു വില്ലനായിരുന്നു. അദ്ദേഹത്തിന് പക്ഷെ ചുട്ടുപോൽ വെടിവെച്ച് കൊന്നു. അവർക്ക് ഒന്നും നീ സംസാരിച്ചില്ല, അവർ സംസാരിച്ചില്ല. പക്ഷെ അവര് നമ്മൾ കരുതില്ല, അവരൊന്നും സംസാരിക്കുന്നില്ല. മൈക്ക് കൊടുത്തു മൈക്ക്. So thank you for having me. Shyam said this is the first time in Malayalam film history a sniper shooter is hitting the target. So I'm happy to do that role. And also some of the greatest minds are here. It's privilege to work with them. Thank you. ഞാൻ വിശ്വാസിയ. അപ്പോ ഞാൻ ആർഡിക്സിന് ശേഷം വരുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഇത്രയും ഭയങ്കര എന്താ പറയുക, ഇത്രയും വൈബുള്ള ഒരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. അല്ല എന്തെങ്കിലും ചോദിച്ചാൽ പറയാം. എന്തെങ്കിലും വിഷ്ണുവിനോട് അറിയില്ല ചോദിക്കും. ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം അല്ല ഞാൻ ആദ്യത്തെ ദിവസം നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇത് ഈ സിനിമ ഇങ്ങനെ നമ്മൾ അഭിനയിക്കുമ്പോ ഇതിങ്ങനെ ആയിരിക്കും, അടുത്ത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവത്തെക്കാൾ കുറച്ചും കൂടെ റൈറ്റ്. ഞാൻ ശ്യാമേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് ദിവസം ചെന്നിട്ട് പറഞ്ഞു, ശ്യാമേട്ട ഈ പേടിയാ എന്താ പരിപാടികൾ എന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞില്ലേ. അപ്പൊ ശ്യാമേട്ട എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ എടാ ഈ 50% ഈ ക്യാരക്ടർ ചെയ്താൽ ബാക്കി 50% ഞാനാ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ടുപേരോടാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ ഒരു ഓക്കെ സന്തോഷം. അങ്ങനെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏറ്റവും അവസാനത്തിലേക്കൊക്കെ എത്തേണ്ടതായിരിക്കും. അതിങ്ങനെ നമ്മൾ കണ്ടിട്ട് പോവാണ്. നമ്മൾ നേരത്തെ എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അങ്ങ് അഭിനയിക്കുന്നതല്ല, ഫിലിം മേക്കറിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഓക്കെ പറയുമ്പോൾ അതിനെ ലീവ് ചെയ്തിട്ട് ഇന്നിപ്പോ നിങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടതുപോലെ ഞാൻ സിനിമ കണ്ടു, എനിക്ക് വർക്കായി. താങ്ക് യു ബ്രോ. താങ്ക് യു. നമസ്കാരം. ഞാൻ ഇതുവരെ അതിനകത്ത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അഭിനയിക്കാറുള്ളത്. എനിക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് കോൾ വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ ക്യാരക്ടർ പറഞ്ഞിട്ടും ഞാനിങ്ങനെ ആലോചിക്കരുത് എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ വന്ന് എന്ന് ഞാൻ മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ പേര് പറയുന്നത് വിനീതാണ്. വിനീത് ഞാനും ഇതിൽ ബ്രദേഴ്സാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ലുക്കലേക്ക് എന്നുള്ളതില് ആണ് ഞങ്ങളെ എല്ലാവരും സെലക്ട് ചെയ്തത്. അതെ. പിന്നെ ഞങ്ങളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ആ ഒരു സൈഡിലുള്ള രണ്ട് ബ്രദേഴ്സ് എന്നുള്ളൊരു ക്യാരക്ടർ എന്നുള്ള നിലയിൽ എന്നിട്ട് ഇടുക്കി സർപ്രൈസിംഗ്ലി ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാനൊരു ഒരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ മൂവി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ത്രൂ ഔട്ട് ഇവരുടെ എല്ലാവരുടെയും കൂടെ ആ സിനിമയിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയെന്നുള്ളത്. ഈ മൂവി ഇത്രയും ഒരു ലെവലില് ഇങ്ങനെ ക്ലിക്കായതും ഒക്കെ എവ്രിവൺസ് എഫേർട്ട്, ആക്ടേഴ്സിന്റെ എഫേർട്ട് ആൻഡ് മെയിൻലി ഇതില് ആഷിഖ് കപൂറിന്റെ ക്യാമറയും ആഷിഖ് കപൂർ ഡയറക്ട് ചെയ്ത രീതിയും പിന്നെ ഷാമും മറ്റവരൊക്കെ എഴുതിയ ആ സ്ക്രിപ്റ്റിന്റെയും ഡയലോഗ്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ആൻഡ് ദ റിസൾട്ട്സ് ഫ്രം
everywhere is so fantastic. എല്ലാവർക്കും ഈ പടത്തെ കുറിച്ച് ഒരു ഹൈ എൻഡ് അഭിപ്രായമാണ്. And we hope it will go beyond the level. And thanks for having us. എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോൾ നിയാസ് പറഞ്ഞ പോലെ എന്നെ ഈ പടത്തിലോട്ട് ആഷിക്കാണ് വിളിക്കുന്നത്. എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ആഷിക്കിന്റെ കൂടെ ശ്യാം സ്ക്രിപ്റ്റിലും ദിലീഷ് പോത്തിന്റെ കൂടെ ഒക്കെ ഒന്ന് അഭിനയിക്കണമെന്നുള്ളത്. അത് എന്തായാലും ഒരു 10-40 ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഞങ്ങൾ അവിടെ ഈ പടം പൂർത്തിയായി. വളരെ ത്രില്ലിലായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ പടം ഒന്ന് ഇറങ്ങിയിട്ടൊന്നും കാണാൻ വേണ്ടി. കാരണം ഞാനും ഇങ്ങനെയുള്ള ഒരു വേഷം ഇതിനു മുമ്പുള്ള പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ഞാൻ ആഷിഖിനോടും ആ ക്രൂവിനോടുമാണ് ഒരുപാട് താങ്ക്സ് പറയുന്നത്. ഈ പടം എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഈ പടം ഒരു വമ്പിച്ച വിജയമാക്കി നിങ്ങളെല്ലാം തീർക്കണം. താങ്ക് യു സോ മച്ച്. തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ ഡയറക്ടറായിട്ടുള്ള സെല്ലാഹക്ക് I mean, in my life, ഞാൻ ഒരിക്കലും ആക്ടർ ആവുമെന്ന് വിചാരിച്ചില്ല. I mean, I had no aspiration. Even today, like ഈ പടം കഴിഞ്ഞിട്ട് എനിക്ക് ചോദിച്ചാൽ ഇല്ല ഞാൻ ആക്ടർ ആവണ്ട. So I think the casting director called me. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ എനിക്ക് കോൾ വരാറുണ്ട്. ഞങ്ങളുടെ സിനിമയിൽ കാസ്റ്റോട് ഭാഗത്ത് ഞാൻ most of my movies are based there. So വേറെ ഏതെങ്കിലും നടന്മാരുടെ നമ്പർ വല്ല ചോദിച്ചിട്ട് വിളിച്ചെന്ന് വിചാരിച്ചു. So when he said ഞാനാണ് ആക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കളിയാക്കി 2-3 ദിവസം വിളിച്ചു പുള്ളി. ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ then he started അപ്പൊ ഇതിന്റെ മൊത്തം കാസ്റ്റ് ഒന്നും പറഞ്ഞില്ല, 1-2 ആൾക്കാരുടെ പേര് മാത്രം പറഞ്ഞു. Then he started dropping names. അപ്പോഴാണ് then the greedy side of my mind started working. So basically I'm here because of greed. Because nobody wants to lose an opportunity to work with these names and the bigger names who are not on the stage today. So yeah, I mean, ഞാനൊരു 4 ദിവസത്തേക്ക് വന്നിട്ട് എന്നെ വിളിച്ചത് ഇവിടെ for the shoot. So I met Vishnu with the ഫസ്റ്റ് ദിവസം വന്നിട്ട് സെനബ്രു അതേപോലെ പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയണ്ട, നാളെ ആദ്യത്തെ ഷോട്ട് വെച്ചിട്ട് മിക്കവാറും ഞാൻ മുങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടെന്നും ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നതും താൻ ആരോടും പറയരുത്. ഞാൻ ഒരിക്കലും ഇല്ല. പക്ഷെ പതുക്കെ അഭിനയിച്ച് വന്നപ്പോ ഫസ്റ്റ് പരിചയപ്പെട്ട ഇദ്ദേഹത്തെ കൊല്ലുന്നത് ഞാനാ. അതൊരു ആശ്വാസമായിരുന്നു. So yeah, I mean, so 4 ദിവസത്തേക്ക് വന്നതാ. I think I stayed because I was part of the entire family of. I mean, I start with Suraj, and then I finish with Kashyap. So, and Suraj and me were the first friends. Namla അടുത്തടുത്ത room ആയിരുന്നു. So I was so nervous, and it was his first time. So I told him take extra 5 push-ups for me. So that gives me extra confidence. So yeah, it's a wonderful opportunity, and yeah, I'm really grateful. Thank you. Hello, namaskar. First of all, thank you so much. ഒരുപാട് സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കുറച്ച് പേടി കൂടുതലാണ്. കാരണം ആസ് എൻ ആക്ടർ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കണം ഇങ്ങനെ. ആൻഡ് ഈ സിനിമയിൽ ആക്ച്വലി എന്നെ കാസ്റ്റ് ചെയ്തതും മിലിന്ദ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് ഡയറക്ടറാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഹിം. പുള്ളിയാണ് ആദ്യം ഓഡീഷൻ ചെയ്തതും അതിനുശേഷം ആഷിഖേട്ടൻ എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തത്. അത് കഴിഞ്ഞ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ സിനിമയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു ആദ്യമേ കേട്ടത്. ഇതിന്റെ കാസ്റ്റ് ആരാണെന്നോ അല്ലെങ്കിൽ ആരാണ് അഭിനയിക്കുന്നതെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഇത്രയും സൂപ്പർ സീനിയർ ആക്ടേഴ്സും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരൊക്കെയാണ് കൂടെ ചെയ്യുന്നത് മനസ്സിലാക്കിയത്. സോ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ചെറിയൊരു തല കാണുമായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പടം ചെയ്യുന്നത്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഐ ആം സോ ഹാപ്പി. നേരത്തെ ഇവിടെ ഉള്ളവർ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കൊടുത്ത പോലെ എനിക്കും കൃത്യമായിട്ട് ആഷിഖേട്ടനും ശ്യാമേട്ടനും എല്ലാവരും കൂടി കൃത്യമായിട്ടൊരു ക്യാരക്ടർ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇപ്പോഴും റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവനി. ഇതിനകത്ത് നാദിയനായിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡാൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്.
ഒരുപാടധികം സന്തോഷമുണ്ട്. എന്നെ ഇല്ലാത്ത കാസ്റ്റ് ചെയ്തിരിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ നിലനിർത്തുന്നതാണ്. എനിക്ക് മൂന്ന് ദിവസം മുമ്പായിരുന്നു കോള് വരുന്നത് ഷൂട്ട് തുടങ്ങുന്നതിന്. വിളിച്ചിട്ട് ഓക്കെ ആഷിഖ് അബു സാറിന്റെ മൂവിയാണ്, വിത്തിൻ 3 days പോയിട്ട് തുടങ്ങും, ഷൂട്ട് തുടങ്ങും, അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ഈച്ച് ഡേ ഷൂട്ടിങ് ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴായിരുന്നു എനിക്ക് എന്റെ ക്യാരക്ടറിനെ പറ്റിയും മൂവിനെ പറ്റിയൊക്കെ കൂടുതൽ ഞാനും പഠിച്ചുകൊണ്ടിരുന്നത്. ഒരുപാടധികം സന്തോഷമുണ്ട് ഇത്രയും വലിയ ആക്ടേഴ്സിന്റെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി, ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ്. എല്ലാവർക്കും പടം ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിടിക്കപ്പെട്ടു. എന്റെ പേര് കണ്ണ്, ബിച്ചു സാറിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് പടത്തില്. എല്ലാവരും പറഞ്ഞ പോലെ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാനും ഇങ്ങനത്തെ ഒരു മൂവിന്റെ ഭാഗമാകാൻ പറ്റിയതിലും വളരെ സന്തോഷം. ആഷിഖേട്ടനും ശ്യാമേട്ടനും ഫുൾ സപ്പോർട്ട് തന്നതുകൊണ്ടാണ് ഇത്രയും ചെയ്യാൻ പറ്റിയത്. ബിക്കോസ് ഇത് എന്റെയും ഫസ്റ്റ് ടൈം ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇവിടെ എല്ലാവരും പറഞ്ഞപ്പോ ഒരു കാര്യം, അത് ഞങ്ങള് കാട്ടില് പോയത് പുഷ്പ മൂവി ഷൂട്ട് ചെയ്ത ഫോറസ്റ്റിലാണ് ഞങ്ങൾ ഹണ്ടിങ്ങിൽ പോകുന്ന സീൻ എടുത്തിരിക്കുന്നത്. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളൊരു കുറഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു 4-5 days ഉണ്ടായിരുന്നു അവിടെ, 3 or 4 days. പക്ഷെ ദാറ്റ് വാസ് ഓസം എന്ന് പറഞ്ഞാല് പേർക്കൊക്കെ അറിയാം. അവിടെ ഞങ്ങൾ ആ പോയി താമസിച്ചതും കഥയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇല്ലാതെ ഏറ്റവും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സുരക്ഷിതമായിട്ടുള്ള സമാധാനം ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ റിലീഫ്. ദിലീഷ് ഏറ്റവും വലിയ റിലീഫ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് താമസിച്ചത് അവിടെ സാധാരണ ചെറിയ ചെറിയ ലോഡ്ജുകളുടെ റൂംസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് എല്ലാവരും അവിടെ വി ഓൾ എൻജോയ് ലൈക്ക് എനിത്തിങ്. ഒരു 3-4 days ഞങ്ങൾ എൻജോയ്. അതൊരു ഞാൻ അനുഭവിച്ച ഇത്രയും നാള് ഞാൻ സിനിമയിൽ അഭിനയിച്ച ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രാജമന്ത്രി ആ സ്ഥലത്തിന്റെ പേര്. അന്ന് നിലനിന്നിരുന്ന ബാബുരാജിനെ കണ്ട് വേറൊരു രീതിയിലാണ് അയാൾ പിന്നെ സ്വീകരിച്ചത്. അതുപോലെ തന്നെയാണ് ഈ സിനിമയില് പനമ്പവാർത്തേക്ക് ചെവിപ്പ് തുറന്ന് വെടിവെക്കുന്ന ആ ഒരു സീൻ. അപ്പൊ ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ശാസ്ത്രനായിരുമ്പോൾ എങ്ങനെയാണ് വെയിറ്റ് ചെയ്യുന്ന സിനിമയിലേക്ക്? ശ്യാമ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്യാരക്ടേഴ്സ് എഴുതുന്ന ഒരു റൈറ്ററാണ്. പലതവണ പല സിനിമകൾ കൊണ്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ശ്യാമ ആഷിഖിന് വേണ്ടിയിട്ട് നിരവധി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഭയങ്കര സൂപ്പർ ഹിറ്റ് ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പം സ്വർഗാംബറിലെ ബാബുചേട്ടന്റെ ക്യാരക്ടർ പോലെ ഇപ്പം ഈ സിനിമയിലിരിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം അത് സുഹാസും ദിലീഷും ശ്യാമോട് എഴുതുമ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിനെ അതിന്റെ ഒരു പൂർണ്ണ വരും. ഒരു സിനിമയില് ഒരു മേജർ പ്ലോട്ടും അങ്ങനെ ഫോളോ ചെയ്യാനില്ലായിരിക്കും. ചെറിയൊരു ത്രെഡിലൊരു പടം നടക്കുമ്പോഴത്തേക്കും അതിൽ ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്തായിരിക്കും സിനിമ മുമ്പോട്ടേക്ക് പോവുക. ഇത്രയധികം ക്യാരക്ടേഴ്സ് ഇപ്പം ഈ പ്രശ്നം 10-20-30 ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അത്രയും ക്യാരക്ടേഴ്സിനെ എല്ലാവരെയും ഒരു 2 മണിക്കൂറിനുള്ളിൽ കിട്ടുക, അതിന് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അങ്ങനത്തെ ഒരു റൈറ്റിംഗ് ഭയങ്കര ആവശ്യമാണ്. അത് വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയത്തിന് ഭയങ്കര രസമായിട്ട് ആ ക്യാരക്ടേഴ്സിനെ ഫ്രെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. എക്സലന്റ് ആണ്. അല്ല, സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും. കുറെ നാളിരുന്ന് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. പല ഡ്രാഫ്റ്റുകളുണ്ട്. ഞാൻ തന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് പല ഡ്രാഫ്റ്റും പല ചേഞ്ചസും ഒക്കെ ആയിട്ട് പലതവണ കേട്ടിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഉറപ്പായിട്ടും അപ്ഡേഷൻസ് ഉണ്ടാവും, ഇംപ്രൈസേഷൻ സെറ്റിൽ ഉണ്ടാവാറുണ്ട്. അതാണ് സംഭവിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിനെ അങ്ങനെ ചെയ്ത് പ്രസന്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചെറിയ ഇംപ്രൈസേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കറക്ഷൻസ് പുതിയ ഫീഡുകളൊക്കെ ആയിട്ട് ചെയ്യാം. അല്ല, എനിക്കിപ്പോ ഒരു കാലം പിന്നെ നമ്മളിപ്പോ എത്ര വർഷമായിട്ട് സിനിമകൾ ഓരോ സീസണിൽ 4-5-6 സിനിമകൾ വരുന്നു. ഒരു സമയത്തും ഒരു സിനിമയുടെ വിജയം മറ്റൊരു സിനിമയ്ക്ക് ആളെ തുറക്കുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഏത് സീസണിലായാലും 2 നല്ല സിനിമ വന്നിട്ടുണ്ടെങ്കിൽ 2 കടമുണ്ട്, 4 നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ 4 കൂടും. ഇനി ഒരു കടവും നല്ല അല്ലെങ്കിൽ ഒരു കടവുന്നില്ല. അതാണ് അതിന്റെ റിയാലിറ്റി എന്നാണ് തോന്നുന്നത്. ഒന്നും കോമ്പറ്റീഷൻ ഒന്നും അല്ല. നമ്മള് എന്തായാലും ക്രിസ്മസിന് ഇഷ്ടം പോലെ ഒരു ദിവസമുണ്ട്.
3, 4, 5 നല്ല ഓർമ്മ കാണാനുള്ള സമയമുണ്ട്. അതാണ് അറിയില്ല ഈ OTT സിനിമ ജയിക്കുന്നതും നമ്മൾ വീട്ടിൽ ഇരുന്ന് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി സിനിമ കാണുന്നതും വീട്ടിൽ ഇരുന്ന് നമ്മുടെ സൗകര്യത്തിൽ പകുതി കണ്ടിട്ട് അവിടെ പോയിട്ട് കാപ്പ് കുടിച്ചിട്ട് വന്ന് വീണ്ടും ബാക്കി കാണാം. അതായത് പിള്ളേരിടയ്ക്ക് വഴക്കം വന്നു അവിടെ പിള്ളേരെ സ്ഥലമാണെങ്കിൽ ബാക്കി കാണാം. അതല്ല തിയേറ്റർ സിനിമ. രണ്ടും എൻറ്റയർ ഡിഫറെന്റ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസും നമ്മൾ OTT അതൊക്കെ ഭയങ്കര ഡിഫറൻസ് ആണ്. ഇത് നമ്മൾ കമ്പയർ ചെയ്യാനേ പാടില്ല. ഇതൊരു സിനിമയുടെ വേറൊരു സിനിമ സംഭവമാണ് സിനിമ ശ്രദ്ധിക്കാതെ പോലെയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നോട് അങ്ങനെ മലയാളത്തിലൊരു എനിക്കതൊന്നുള്ള അനുഭവം തോന്നിയിട്ടുണ്ട്. വേറൊരു സിനിമ ഭയങ്കര വിജയത്തിൽ ഓടുന്നതുകൊണ്ട് വേറൊരു സിനിമയ്ക്ക് ആളില്ലാണ്ട് പോകുന്ന നമുക്കൊരു അവസ്ഥയൊന്നുമില്ല. നമുക്കിപ്പം നല്ലൊരു സിനിമ ആണെങ്കിൽ ആരും തിയേറ്ററിൽ അത് മിസ് ചെയ്യാനെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആവശ്യമാണല്ലോ നല്ലൊരു സിനിമ തിയേറ്റർ വരുന്നത് തിയേറ്ററിൽ തന്നെ കാണാന്നുള്ളത്. പക്ഷെ ഈ ഭരതനാട്യം ഇറങ്ങിയ സമയത്ത് അശ്വിൻകോക്ക് വളരെ മോശമായിട്ട് തന്നെ റിവ്യൂ ചെയ്തു. അതോടുകൂടി ആ പടം ഇരുന്ന് പോയി എന്നാണ് ഇപ്പോഴത്തെ ഒരു ടോപ്പ് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ OTT വന്നപ്പോൾ വൻ വിജയം മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ട്രെൻഡ് എങ്ങനെ? ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായം അതല്ല. ഞാൻ ഒരാളൊരു റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു സിനിമയ്ക്ക് ആള് കയറാതിരിക്കുന്നു ഞാൻ കരുതുന്നില്ല. ഒരാളുടെ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല മലയാള സിനിമ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആളുകൾ കയറുന്നത്. ആളുകൾ ഇപ്പം അതിന് ചെറുതായിട്ട് ചിലപ്പോൾ സ്വാധീനിക്കായിരിക്കും. നമ്മുടെ അത്രയ്ക്കൊക്കെ ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു റിവ്യൂറിനോ അല്ലെങ്കിൽ 2, 3 പേർക്ക് ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ആ സിനിമ പോപ്പുലർ ആകാതിരിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ആളുകള് ഒരു മൗത്ത് പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വളരെ കുറച്ച് ആളുകളായി ഈ റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നണേ. ഞാൻ വിശ്വസിക്കുന്നത് അതിൽ പേര് നമുക്ക് അടുത്തറിയാവുന്ന ഒരാളുടെ ഒരു പേഴ്സണലി അറിയാവുന്ന ഒരാള് നമ്മുടെ ഒരു സുഹൃത്തിൽ പടം കണ്ടിട്ട് അയാൾ പറയുന്ന ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ ആളുകളും പോകുന്നതാണ് സിനിമ കാണാൻ തീരുമാനിക്കപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ റിവേഴ്സിന്റെ ഒരു അമിതമായ ഒരു ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ അഭിപ്രായമല്ല. ഞാൻ അല്ലെങ്കിൽ ഒരാളൊരു സിനിമയെ കുറിച്ച് നല്ലത് പറഞ്ഞു വെച്ചിട്ട് ആരും കാണാനും പോകുന്നില്ല. അല്ല, തീരെ ചെറിയ സ്വാധീനം ഉണ്ടാവുമായിരിക്കും എന്നും. അല്ലാണ്ട് ഒരു മികച്ച സിനിമ ഇല്ലാണ്ടാക്കാൻ ഒരു റിവ്യൂനൊന്നും പറ്റില്ല. ഒരാളുടെ റിവ്യൂ പറഞ്ഞു വെച്ചിട്ട് ഒരു മികച്ച സിനിമയെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് ഒരു മോശം സിനിമേനെ ഒരാൾ 4 പേര് നല്ലത് പറഞ്ഞു വെച്ചിട്ട് നന്നാക്കാനും പറ്റില്ല. ആൾക്കാർ അത്ര പൊട്ടന്മാരൊന്നുമില്ല പ്രേക്ഷകർ. പണ്ട് കാലങ്ങളിൽ സിനിമകളിൽ ഒരുപാട് പുരുഷവൽക്കരണം ഉള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഥാപാത്രങ്ങൾക്കെതിരെ തന്നെ ഒരുപാട് മാനസിക കഥാപാത്രം തന്നെ പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകർ അതിനെ ഉണ്ടായി. അന്നത്തെ സിനിമയിൽ ഇന്നത്തെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളമാണ് ഏറ്റവും കണ്ടു? അല്ല അങ്ങനെയൊന്നുമല്ല. സ്ത്രീ കഥാപാത്രങ്ങൾ വരണം എന്നാണ് പറയുന്നത്. അന്നും ഇന്നും എന്നും ഉണ്ടാവണം എന്ന് തന്നെ പറയുന്നത്. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അതിനൊരു അല്ലെ വ്യത്യാസമായിരിക്കും ഈ പടം തീർച്ചയായിട്ടും. ഈ സിനിമ പുരുഷ കഥാപാത്രങ്ങളെക്കാളും കൂടുതൽ ഹീറോയിസം ഇല്ല സ്ത്രീ കഥാപാത്രങ്ങളാണ്. ഒന്നെണ്ണ ഒറ്റ വെടി വെക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ എത്ര വെടി വെച്ചിട്ട് ഒരു കാര്യമില്ല. 1-1.5 വെടിയാണ്. അത് അവര് ഭയങ്കര ഹീറോ ആയിട്ടുള്ള അവരുടെ ഫീൽ ഉണ്ടാകുന്നുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞ നാശത്തിന്റെ കാര്യങ്ങളില്ല. ഈ സിനിമ ഒരിക്കലും അങ്ങനെയല്ല. വെറുതെ പറയുകയാണ് സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറഞ്ഞ സിനിമ അങ്ങനെയില്ല. അല്ല, ആരും മനഃപൂർവ്വം സ്ത്രീകളെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി പങ്കെടുക്കുന്നതല്ലോ. ഒരു കഥ ചെയ്യുമ്പോ കഥയ്ക്കനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ വരുന്നതല്ലേ. ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളമാണ് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് എന്നുള്ള എല്ലാവരും പറയാം. ഇപ്പൊ മാർക്കോക്ക് ആണെങ്കിലും റൈഫിൾ ക്ലബിനൊക്കെ ആണെങ്കിലും പ്രൊമോഷൻ അധികം കുറവായിരുന്നു. ഇപ്പൊ ആദ്യത്തേക്ക് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകൾക്കും വലിയ ഹൈപ്പ് കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച് എല്ലാവരും ഇപ്പൊ പുഷ്പ അങ്ങനെ ഒരുപാട് മൂവിയാലും
ആൾക്കാരിലേക്ക് അധികമായിട്ട് പ്രതീക്ഷകളുടെ അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് പ്രൊമോഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ റൈഫിൾ ക്ലബ്ബൊക്കെ ഈ പ്രൊമോഷൻ കുറവായിരുന്നു. സിനിമ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രസ് മീറ്റ് ആയാലും വെച്ചിട്ടുള്ളത്. ഇപ്പോൾ മാർക്കോ ആയാലും നട റിലീസിനെത്തുക. അപ്പോൾ അത് ഈ നേരത്തെ റിവ്യൂവിന്റെ കാര്യം പറയും. ഇപ്പൊ റിവ്യൂവിനെയൊക്കെ അങ്ങനെ പേടിച്ചിട്ടാണോ അതോ അങ്ങനെ ആൾക്കാരിൽ നിന്ന് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് പടം ഇങ്ങനെ ആവും അങ്ങനെയൊക്കെയുള്ള റിവ്യൂകൾ വരുന്നത് കൊണ്ടാണോ ഇപ്പൊ അങ്ങനെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്? ഒരു ട്രെൻഡ് മാറിയെന്നൊന്നും എനിക്ക് തോന്നല്ല. അത് ഓരോ സിനിമയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും അത് അങ്ങനെ ചെയ്യപ്പെടുന്നത്. പിന്നെ എനിക്ക് നമ്മള് സിനിമയിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിരുന്നിട്ട് ഭയങ്കര തള്ളുകളിൽ ഭയങ്കര സിനിമയാണ്, നിങ്ങളെല്ലാവരും തന്നെ ആനയാണ് കുതിരയാണ് എന്ന് പറയുന്നതൊക്കെ എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്ന് എനിക്ക് തോന്നണ്ട. ഇതൊക്കെ കാരണം ഇപ്പം നമുക്കൊരു സിനിമ ഇന്നിപ്പം ഇറങ്ങി ഇമർജീസായി രാവിലത്തെ കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോഴത്തേക്കും കേരളത്തിൽ ഇപ്പൊ ഒരു സിനിമയുടെ അടുത്ത് വെച്ചിൽ ഇറങ്ങി സിനിമ കാണുന്ന കേരളത്തിലെ ഒരു 90% പ്രേക്ഷകനും ഈ സിനിമയെ കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ അഭിപ്രായം ആളുകളുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞു. അവർ ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ട് ഈ സിനിമ കാണണോ വേണ്ടോ എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു മാസം കൊണ്ട് എടുക്കുമ്പം ആവശ്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ അതിപ്പോ ഇന്ന് രാവിലെ പടം ടീച്ചർ വൈകുന്നേരം എല്ലാവരും പറഞ്ഞിട്ട് പടം നല്ലതാണോ അല്ലെന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് ആൾക്കാർ ടിക്കറ്റ് എടുക്കും, സിനിമ ആണോ അത്രേ ഉള്ളൂ. അതിനകത്ത് ഭയങ്കര ഒരു തള്ളിന്റെ കള്ളിന്റെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ജസ്റ്റ് ആൾക്കാരെന്ന് അറിയിക്കുക എന്നുള്ള അത്ര ആവശ്യമുള്ളൂ തോന്നും. ഞാനിപ്പോ ഇത് അനാവശ്യമായിട്ട് പറയാൻ തോന്നും, അഹങ്കാരമായിട്ട് ചിലപ്പോൾ തോന്നും. സത്യമായിട്ടുള്ള കാര്യം പറയണമെന്ന് തോന്നുമെന്ന് പറയുക. ഞാനൊരു 40-42 വർഷമായി സിനിമ നിൽക്കുന്നു. അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നുമില്ല. സിനിമ വരുന്നു, നാന, ബില്ലിംഗ് നക്ഷത്രം, അങ്ങനെ ചിത്രകാർത്തി, അങ്ങനെ കുറെ മാഗസിൻ ഉണ്ട്. അതിനൊക്കെ കൊള്ളാമെന്ന് പറയും. അല്ലെങ്കിൽ സിനിമ തിയേറ്റർ നല്ലതാണെങ്കിൽ ഓടും. ഇപ്പോഴും അതാണ് അവസ്ഥ. അല്ലാതെ ഈ റിവ്യൂ കൊണ്ട് നടന്ന ആളല്ല ഞാൻ ഇനി നിൽക്കാൻ പോകുന്നത് റിവ്യൂ ഉണ്ട്. അപ്പൊ റിവ്യൂ പറഞ്ഞിട്ട് അത് ഭയങ്കര ബോറാണ്, ഞാൻ ബോറാൻ പറഞ്ഞിട്ട് റിവ്യൂ കൊണ്ട് ബോറാന്ന് പറഞ്ഞോ. ഞാൻ നന്നായിട്ട് അല്ലെങ്കിൽ ബോറാന്ന് പറഞ്ഞാൽ പ്രേക്ഷകൻ സംഭവിക്കില്ല. ഞാൻ എന്തിനാ ഇത്രയും വർഷം നിൽക്കുന്നു? പ്രേക്ഷകൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒരുക്കുമായിരുന്നത് അതിന് ഭയങ്കര ബോറാണ് വേഷം കെട്ടിട്ട് പറഞ്ഞാൽ ഞാൻ ആവില്ല. ഇയാൾ എങ്ങനെ ഉണ്ട്, ഇയാളെ സിനിമ പ്രേക്ഷകനെ തീരുമാനിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരുത്തരം ഇന്നാക്കി എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത്. അത് വളരെ ബാലിശമായ ചോദ്യമാണ്, ബാലിശമായ വിശ്വാസമാണ്. നിങ്ങളെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൊളിക്കാമെന്ന് ഒരിക്കലും നടക്കില്ല. കലാകാരൻ അവൻ സൃഷ്ടിക്കുന്ന കലാരൂപം പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടത് ഡെഫിനറ്റായിട്ട് നന്നായിരിക്കും. ഇഷ്ടപ്പെട്ടത് മോശമാണെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ ഒരാളെ പറഞ്ഞിട്ട് അത് മോശമാണ് ഒരിക്കലും ഓരായിരിക്കില്ല, പ്രേക്ഷകൻ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമ നിൽക്കുന്നു. ഞാൻ നായകനായിട്ടുണ്ട്, സഹതണ്ടായിട്ടുണ്ട്, വില്ലനായിട്ടുണ്ട്, ഗുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു വന്ന ആളായ പിന്നെ ഇന്ന കാലം നടന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്, ആരും മോശക്കാരായിട്ട് പറയുന്ന ഇതുകൊണ്ടാണ് സിനിമ ഓടുന്നതെന്ന് അതിൽ വിശ്വസിക്കണ്ട. നല്ലത് പറഞ്ഞാൽ നല്ലതാണ്. അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ് നന്മ എല്ലാവർക്കും. അല്ലാതെ ആരും മോശക്കാരോട് പറഞ്ഞത് എന്ത് കാര്യം? ഇത് വ്യൂവേഴ്സ് വരെ ഉണ്ടാവുമായിരുന്നു, ഞാൻ പറയുന്നതായിരിക്കാം. പക്ഷെ നല്ലതായിട്ടും നല്ല സിനിമയ്ക്കും നല്ല വിമർശനം ഉണ്ടാകുന്നതാണ് പറയുന്ന ആളിന് നല്ലത്, പ്രേക്ഷകന് നല്ലത്, സമൂഹത്തിന് നല്ലത്. ഞാൻ ഞെട്ടിക്കുന്നൊന്നുമില്ല, പ്ലീസ് അങ്ങനെയൊന്നും പറയും. ഓരോ കഥാപാത്രം നല്ലത് വന്നാൽ ഞാൻ ചെയ്യുന്നു. ചിലപ്പോൾ എല്ലാവരും നല്ലതായിട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ ഇതിനകത്ത് ആശിക്കാൻ കൊടുക്കും. ഞാൻ എന്നെ സത്യം പറയാം, എനിക്ക് ഒരിക്കലും പറ്റാത്ത പരിപാടി പ്രമേയരംഗം. എനിക്ക് അറിയാൻ പറ്റും കേട്ടോ, സത്യം. എനിക്ക് എന്റെ പ്രണയം ഇന്നു പറയാം, അത് വേറെ, അത് ഞാൻ പറയാൻ പുറത്തു പറയാൻ കൊള്ളില്ല. അപ്പൊ അപ്പൊ എന്റെ പ്രണയം അത് എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. എന്നെ ആദ്യം കാമുകനായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചത് ആഷിക് കപൂറാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയില് എന്തൊരു വലിയ കാമുകനാണ്. കണ്ട പറഞ്ഞത് 4, ശ്വേത, ആശുപതി, അവരുടെ പ്രണയമൊക്കെ. പക്ഷെ എന്റെ പ്രണയം എന്റെ കാമുകയെ കാണിക്കുന്നതുമില്ല. പക്ഷെ ഞാൻ ഭയങ്കര കാമുകനായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഞാൻ ഡയറക്ടറുടെ മിടുക്കാണ്, എന്റെ മിടുക്കല്ല. അങ്ങനെ തന്നെ നല്ലൊരു ക്യാരക്ടറായിട്ട് എന്നെ ഇത്രയും നാൾ നിലനിർത്തിക്കുന്നതൊക്കെ ഡയറക്ടേഴ്സാണ്, ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ്, ഇവിടുത്തെ പ്രേക്ഷകരാണ്. അല്ലാതെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഒരാൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവില്ല സിനിമ.
തൽക്കാലം ഒരു ഇത്തരം കാര്യങ്ങൾ നടക്കുമായിരിക്കും. ഇവിടെ ഓക്കെ ഒന്ന് കൈ പോക്കുക. ഓക്കെ ഇപ്പം ഈ ബിഗ് ഡോഗ്സ് ഇറങ്ങുന്നതിന് മുന്നെയാണ് റൈഫിൾ ക്ലബിൽ ഇന്നാവുന്നത്. സോ ആക്ടിങ് ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിയിരുന്നു, അല്ലെങ്കിൽ അതേപോലെ ബിഗ് ഡോഗ്സിന് ശേഷം ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു ഗ്ലോബൽ റെക്കഗ്നീഷൻ കിട്ടി. സോ അതിനുശേഷം ഈ പറയുന്ന പോലെ ആക്ടിങ്ങിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഇനി കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? Good question. നമ്മള് ഫസ്റ്റ് ലവ് മ്യൂസിക് ആണ്. That's most important for me, right? അതും ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യണം മുന്നേ തന്നെ അത് ആശിക്കാരനോട് പറഞ്ഞതായിരുന്നു. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് I was able to see എങ്ങനെയുണ്ട് and how much I actually enjoyed it, right? It could be because of the cast, it could be because of the director and everything, but also personally എനിക്ക് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയത് എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഇതുവരെ ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ it's a very different experience, right? This is an entirely different experience also, but I have similarities in the because both are it's an experience personally and for the visual the audience. Appa adondu always music the first love avum, but let's see whatever happens, right? അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടല്ലേ ഞാൻ ഇതിലേക്ക് വന്നത്, പാട്ടാണെങ്കിലും എന്താണെങ്കിലും, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് I do what I can get to do and I enjoy doing it and I'm going to try my best. So depending on if I see something that I enjoy or even if I want to try something out, I'll try. But whatever it is, I'm going to plan വെച്ചിട്ടല്ല. Let's see. Thank you, brother. Actually പേടി കൊണ്ടുവന്നത് ഈ സൈഡിലാണ്. ജോസ് that actually ധൈര്യം തന്നത് എല്ലാവരും സൂചിപ്പിച്ചേക്ക് നന്നായിട്ട് എല്ലാവരും തന്നു, ബിക്കോസ് അങ്ങനത്തെ ഒരു എൻവയറമെന്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ബിക്കോസ് ഇപ്പൊ എല്ലാവരും ഇവിടെ കാണുന്നുണ്ടല്ലോ, എല്ലാവരും ലൈക്ക് everyone's like family, everyone's joking and having a good time. And നമ്മളും ഇത്ര എക്സ്പീരിയൻസ് ആയ ആക്ടേഴ്സിന്റെ അടുത്ത് വരുമ്പോ നമുക്കും ഒരു ഡൗട്ട് ഉണ്ടാവല്ലോ, how would it go, how would they be? But instantly അവരോട് സംസാരിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും everyone was so nice and so warm and it was really good. Yeah. So നമുക്ക് അതിന്റെ വിവരം അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. കാണാത്ത ഒരു സിനിമ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.